ആരോഗ്യം ശ്രദ്ധിക്കണോട്ടോ. ഓടി നടക്കരുത്, ഭാരമുള്ളതൊന്നും എടുക്കുകയും ചെയ്യരുത്. ശരി അച്ഛാ. ആ മോളെ, ആ ഉണ്ണിയപ്പം പലഹാരങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുക്ക്. ഇത്ര പെട്ടെന്ന് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നിന്റെ അമ്മയല്ലേടി എല്ലാവരും കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുസ്തകങ്ങൾ ഉണ്ടാക്കി. ശ്രീ, ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാം. മോളിലെടുത്ത് കഴിക്കേ. ശ്രീ, പക്ഷേ നീ അതറിയാൻ പോവുക. നീയും ഒരച്ഛനാവാൻ പോവുക. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇതറിയുന്നില്ല. പക്ഷേ കാലം ഇതിനൊക്കെ സാക്ഷിയാണ് മോനെ. എന്നെ കരയിപ്പിച്ചു വിടുന്ന ഈ അനുഭവം നിന്റെ മകനിൽ നിന്നോ മകളിൽ നിന്നോ നിനക്കൊണ്ടാവാതിരിക്കട്ടെ. മായും നല്ലോ മാനത്തെ പൊൻതിരി വന്നു പോ. രാജു സർ, ഞാനും നീയും തമ്മിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന സത്യം. പണ്ടെന്റെ രാഷ്ട്രീയ ഗുരുവും പിന്നെ എന്റെ അമ്മായിയച്ഛനുമായ മഹാദേവ വർമ്മ സാറിനൊപ്പം ഇതുപോലെ സഞ്ചരിച്ച ഓർമ്മ. അന്നത്തെ ഞാൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ നീ. ഞാൻ മഹാദേവ വർമ്മ സാറിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ നീ എന്നെയും സ്നേഹിക്കുന്നു. എങ്ങനെ ഞാൻ വർമ്മ സാറിനെ രക്ഷിക്കാൻ നോക്കിയോ അതുപോലെയൊക്കെ തന്നെയാ നീ എനിക്കും രക്ഷാകവചമായി മാറുന്നതും. അയ്യോ സാറേ, മരണം വരെ വർമ്മ സാറിന്റെ പ്രതിച്ഛായക്ക് ഒരു മംഗലം വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാനം വരെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു കളങ്കവും വരാതെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു. അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ വർമ്മ സാറിന്റെ വിധേയനല്ലായിരുന്നു, വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ മാനസപുത്രനാണ്. സത്യത്തിൽ നീയും അങ്ങനെ തന്നെയല്ലേ? എന്റെ മാനസപുത്രനല്ലേ നീ? ഞാൻ വർമ്മ സാറിന്റെ മകളെ അങ്ങോട്ട് കയറി പ്രേമിച്ചതൊന്നുമല്ല. അവൾ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം എനിക്കിഷ്ടവുമായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളോടെ കല്യാണവും നടന്നു. നീയോ എന്റെ മകളെ ഇങ്ങോട്ട് കയറി സ്നേഹിച്ചാൽ അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. സത്യം പറയുമ്പോ നീ ഞെട്ടുന്നെന്തിനാ? അവൾ നിന്നെ ഇഷ്ടപ്പെട്ടു, അതിലെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ തെറ്റുള്ളൂ. ഞാനൊരു തമാശ പറഞ്ഞ രാജു. സത്യം പറഞ്ഞ മറ്റൊരു പുരുഷൻ താലി കെട്ടും വരെ മകളെ മറന്നുപോയ ഒരു അച്ഛനാ ഞാൻ. ഇന്ന് എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. ഞാൻ നൽകാറുന്ന സ്നേഹം ഒരുപക്ഷെ നിന്നിൽ നിന്ന് അവൾക്ക് കിട്ടി. അതാണ് നിന്റെ കൂടെ ജീവിക്കുമെന്ന് അവൾ വാശി കാണിച്ചത്. ഇതൊന്നും നമ്മുടെ തീരുമാനങ്ങളല്ല രാജു. കാലപുരുഷന്റെ കൽപ്പനകളാണ്. നമ്മൾ അനുസരിച്ച് നിന്നു കൊടുക്കുന്നു. പരസ്പരം യാതൊരു മുൻപരിചയവും ഇല്ലാത്തവരെ ദൈവം ഒരുമിപ്പിക്കുന്നു. കല്യാണം സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. വർമ്മ സാർ ഇപ്പൊ നല്ല സന്തോഷത്തിലാ. പത്മാവതി മേഡത്തെ പറ്റി ചോദിച്ചാലോ?
അല്ല, ഈ ഹരീഷ് എന്ത് മര്യാദകേടായി കാണിക്കുന്നത്? നേരിന്നറിയില്ലാത്ത രുക്മിണിയുടെ മോനല്ലേ അവൻ. ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആളില്ലാഞ്ഞിട്ടാ. ചെവിക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കണമായിരുന്നു. ദൈവമേ, വിശേഷമുള്ള പെങ്കുച്ച, അതിന് ഒരു സമാധാനമില്ലല്ലോ. ഹരീഷും ശ്രീയും തമ്മില് പ്രശ്നമൊന്നുമില്ല രാധമ്മേ. അവര് നല്ല സ്നേഹത്തില. എന്നാലും എന്റെ പൊന്നുമോളെ, വീട്ടുകാരോട് ഇങ്ങനെയൊക്കെ പെരുമാറാമോ? അതും അവന്റെ ഭാര്യയെ ജനിപ്പിച്ച ഈ പാവം തന്തയോട്. അവനായിരിക്കും ആ ഹരീഷ്. എന്നിട്ടരിശം തീരാത്തവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് ഓട്ടം തുള്ളലില്ലയോ? അരിശം തീർന്നിട്ടില്ല, ബാക്കി തീർക്കാൻ വരുവാ പാണ്ഡൻ നായ. ഓ, ആ രുക്മിണിയുടെ തനി പകർപ്പ് തന്നെ. എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. മോനകത്തേക്കിരിക്കെ. എന്റെ അമ്മ വാടകയ്ക്ക് തന്ന വീടല്ലേ, വാടകക്കാര് താമസിക്കുമ്പോ ഞാൻ കേറിയിരിക്കുന്നത് ശരിയല്ലല്ലോ. മോനെ, നീ ഞങ്ങളെ കാണുന്നത് വെറും വാടകക്കാരായിട്ട് മാത്രമാണോ? അതിൽ കൂടുതൽ ബന്ധമൊന്നും എനിക്ക് നിങ്ങളോട് കാണിക്കാൻ താല്പര്യമില്ല.